നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് BV380 കോഴികൾ എത്ര വർഷം മുട്ടയിടും എന്നുള്ളതാണ്. നമ്മൾ പല സുഹൃത്തുക്കളും വിളിച്ചു ചോദിക്കാറുണ്ട്, 1 വർഷത്തോളം എൻ്റെ കോഴികൾ മുട്ടയിട്ടു, 1.5 വർഷം മുട്ടയിടും എന്നാണ് തന്ന ആൾ പറഞ്ഞത്. പക്ഷേ 1 വർഷം ആയപ്പോഴേക്കും അതിൻ്റെ മുട്ടയിടലൊക്കെ നിർത്തി, തുങ്ങലുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ BV380 കോഴികളുടെ മുട്ട ഉൽപ്പാദന കാലാവധി എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. 18 മാസമാണ് ഒരു BV380 കോഴിയുടെ മുട്ട ഉൽപ്പാദന കാലയളവ്. ഈ 18 മാസം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം. 18 മാസം എന്ന് പറയുന്നത് 1-ാമത്തെ ദിവസം മുതൽ, അതായത് കോഴിമുട്ടയിൽ നിന്നും കുഞ്ഞ് വിരിഞ്ഞ് ഇറങ്ങുന്നത് മുതൽ 18 മാസം ആവുന്നത് വരെയാണ്. അതിൽ അതിൻ്റെ വളർച്ചാ കാലാവധി ഉൾപ്പെടെ ആണ്. അതായത് 4.5 മാസം 6 മാസത്തിനടുത്ത് ഒരു കോഴിക്ക് പീക്ക് ലെവലിൽ മുട്ട ഉൽപ്പാദനം എത്തിക്കാൻ തന്നെ സമയം വരും. അതായത് ഈ 4.5 മാസം വരെ നമുക്ക് ഉൽപ്പാദനങ്ങളൊന്നുമില്ല, കോഴിക്ക് വെറുതെ തീറ്റ കൊടുക്കുകയാണ്, അത് വളർന്ന് വലുതാവുന്നു. ഈ 4.5 മാസം 6 മാസത്തോളം ഈ പറയുന്ന 18 മാസത്തിൽ ഉൾപ്പെടും. അപ്പോൾ ആകെ മൊത്തം 1-ാം ദിവസം മുതൽ 18-ാം മാസം വരെയാണ് മുട്ട ഉൽപ്പാദിപ്പിക്കുക എന്നത് മനസ്സിലാക്കുക. കോഴിയെ തരുന്ന കച്ചവടക്കാർ തരുന്നത് 4.5 മാസം അല്ലെങ്കിൽ 5 മാസം പ്രായമായിട്ടായിരിക്കും തരുമ്പോൾ അവർ പറയുന്നത് 1.5 വർഷം ഈ കോഴി മുട്ടയിടുന്നതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് 5 മാസത്തിലാണെങ്കിൽ വീണ്ടും 11 മാസത്തെ ഉൽപ്പാദനം 13 മാസത്തെ ഉൽപ്പാദനം നമ്മളവിടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാവുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-12 മാസം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉൽപ്പാദനം താരതമ്യേന കുറഞ്ഞു വരികയും 13 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും നിൽക്കുകയും ചെയ്യും. 13 മാസം ആകുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ കൊണ്ടുവന്ന് 13 മാസം ആകുമ്പോഴത്തേക്ക്, അതായത് കോഴിക്ക് 18 മാസം പ്രായം ആകുമ്പോഴേക്കും ഇതിൻ്റെ തുങ്ങലുകൾ പൊഴിച്ച് മോൾട്ടിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് കോഴികൾ പോകും. ഈ സമയത്ത് മുട്ട ഉൽപ്പാദനം ഉണ്ടാവില്ല. നമ്മൾ ഏത് തീറ്റ കൊടുത്തു കഴിഞ്ഞാലും മുട്ട ഉൽപ്പാദനം ഉണ്ടാവില്ല. അപ്പോൾ ഈ മോൾട്ടിങ് സ്റ്റേജിലേക്ക്, അതായത് 18-ാമത്തെ മാസത്തിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ കോഴികളെ ഇറച്ചിക്കായിട്ട് വിറ്റൊഴിവാക്കുന്നതാണ് ഏറ്റവും ലാഭകരം. അല്ലെങ്കിൽ നമുക്ക് തീറ്റ ചെലവ് വന്നുകൊണ്ടിരിക്കുകയും നമ്മൾ കഴിഞ്ഞ ഉൽപ്പാദന കാലയളവിൽ കിട്ടിയ ലാഭം മുഴുവൻ ഒരു കാര്യമില്ലാതെ തീറ്റയായിട്ട് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മോൾട്ടിങ് പീരീഡ് കഴിഞ്ഞാലും കോഴികൾ ഉൽപ്പാദനം നടത്താറുണ്ടെങ്കിലും നമുക്കത് ലാഭകരമല്ലാത്തതുകൊണ്ട്, അതായത് കോഴിയുടെ മുട്ടയുടെ സൈസ് താരതമ്യേന കുറയുകയും തീറ്റയുടെ അളവ് കൂടുതലായിട്ട് വേണ്ടി വരികയും ചെയ്യുന്നതുകൊണ്ടും ഈ 1-1.5 മാസത്തോളം ഇതിൻ്റെ മോൾട്ടിങ് പീരീഡിൽ യാതൊരു ലാഭമില്ലാതെ ഉയർന്ന അളവിൽ തീറ്റ കൊടുക്കുകയും വേണ്ടി വരുന്നതുകൊണ്ട് ഈ മോൾട്ടിങ് കഴിഞ്ഞ് 2-ാമത്തെ സ്റ്റേജിലേക്ക്, അടുത്ത ഒരു മുട്ട ഉൽപ്പാദന കാലയളവിലേക്ക് കോഴികളെ നിർത്തുന്നത് ലാഭകരമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കോഴികളെ കൊണ്ടുവന്ന്, അതായത് 5 മാസം പ്രായമുള്ള കോഴികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 വർഷം നിർത്തുക. 1 വർഷം 12 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെ വിറ്റ് ഒഴിവാക്കാൻ തുടങ്ങുക. 1 മാസം കൊണ്ട് തന്നെ വിറ്റ് തീരും. കൃത്യമായിട്ട് 13 മാസം നമ്മുടെ കയ്യിൽ ആ കോഴികൾ ഉണ്ടാകാവൂ. അത് കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലാഭകരമല്ല എന്നുള്ള മനസ്സിലാക്കുക. 18 മാസം എന്ന് പറയുന്നത് 1-ാമത്തെ ദിവസം മുതൽ 18-ാമത്തെ മാസം വരെ, അതായത് ജനിച്ചു മുതൽ 18 മാസമാണ് അതിൻ്റെ ഒരു ജീവിതചക്രം നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത്. 18-ാം മാസം ആകുമ്പോഴത്തേക്ക് അതിനെ ഇറച്ചിക്കായിട്ട് വിറ്റൊഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അത് ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ തവണകളിൽ ഉണ്ടാക്കിയ ലാഭം അല്ലെങ്കിൽ നഷ്ടം വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്.